വിദ്യാർത്ഥി വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ അപകടം. വൈദ്യുതി ലൈൻ മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടും KSEB തിരിഞ്ഞു നോക്കിയില്ലെന്ന് സ്കൂൾ അധികൃതർ. അന്വേഷണത്തിന് ഉത്തരവിട്ട് വൈദ്യുതി മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കേസ്. 1,90,00,000 രൂപ പറ്റിച്ചെന്ന നിർമ്മാതാവ് PS ഷംനാസ്. ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ വിദേശ വിതരണാവകാശം ചതിയിലൂടെ നിവിൻ പോളിയുടെ കമ്പനി വിറ്റെന്നും ഷംനാസ് ന്യൂസ് 18നോട്. കഴിഞ്ഞ മെയ് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും തീരുമാനമാകാതിരുന്നുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. കോടതി നിർദ്ദേശം മറച്ചുവെച്ചുള്ള പരാതിയെന്ന് നിവിൻ പോളി. VD സതീശന്റെ അപ്രമാദിത്വത്തിനെതിരെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ്. ചാണ്ടി ഉമ്മനെ മുൻനിർത്തി A ഗ്രൂപ്പ് സജീവമാക്കാനുള്ള നീക്കത്തിന് ചെന്നിത്തലയുടെ മൗനാനുവാദവും. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിനെതിരെയും വിശാല ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക സംഗമം ഗ്രൂപ്പിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയാകും. ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയിരിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എന്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക്. കേൾവിക്കാരിയായി CPM പരിപാടികളിൽ പോകാനില്ലെന്ന് ഐഷ പോറ്റി. സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. നാളെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കും. സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവർണറുമായി ഒത്തുതീർപ്പിന് സർക്കാർ. താൽക്കാലിക VCയെ 2 ദിവസത്തിനുള്ളിൽ നിയമിച്ചില്ലെങ്കിൽ ഗവർണറുമായി ചർച്ച നടത്തും. സർക്കാരിന് പിടിവാശിയില്ലെന്ന് മന്ത്രി R ബിന്ദു. രാജ്ഭവനും സമവായത്തിനെന്ന് സൂചന. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയില്ല. വിവാദങ്ങൾക്കിടെ JSK തിയേറ്ററുകളിൽ. തൃശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ സുരേഷ് ഗോപിയും. സെൻസർ വിവാദത്തോട് പ്രതികരിച്ചില്ല. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം പ്രസക്തമെന്ന് സുരേഷ് ഗോപി. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ദിവസം നമ്മളെ ആകെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തയിലേക്കാണ്. ആദ്യം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ മേൽക്കൂരയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് സ്കൂളിന് മുകളിലെ ഷീറ്റിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. തെന്നിക്കിടന്ന ഷീറ്റിൽ കാൽ വഴുതിയപ്പോൾ തൊട്ടടുത്തുകൂടി പോയ വൈദ്യുതി കമ്പിയിൽ മിഥുൻ പിടിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപകട മരണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ്. മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങളാണ് ഉള്ളത്. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം DDയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ. ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളിലില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ പിന്നെ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ പിന്നെ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതർക്കും വൈദ്യുതി വകുപ്പിനും വീഴ്ച ഉണ്ടായതായുള്ള വിമർശനവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷും വി വിനോദും ചേരുന്നു. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, ഒരു സ്കൂളിലേക്ക് കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയാണ് നമ്മളൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. ആ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് മിഥുൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇത് വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, വലിയപാടം സ്വദേശിയാണ് ഈ മിഥുൻ. 13 വയസ്സ് മാത്രമേ മിഥുന് പ്രായമുള്ളൂ. രാവിലെ സഹപാഠികളോടൊപ്പം കളിക്കുകയായിരുന്നു. സ്കൂളങ്കണത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മിഥുന്റെ ചെരുപ്പ് തൊട്ടടുത്തുള്ള ഒരു സൈക്കിൾ ഷെഡാണ്, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സൈക്കിൾ ഷെഡിന്റെ മുകളിൽ മറ്റൊരു വിദ്യാർത്ഥി എടുത്ത് എറിഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ചെരുപ്പ് എടുക്കാനായിട്ട് മിഥുൻ കയറുകയായിരുന്നു. സ്കൂളിന്റെ പാരപ്പറ്റിന്റെ മുകളിലൂടെ നടന്ന് ഈ ഷീറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ കാൽ വഴുതുകയും അങ്ങനെ കാൽ വഴുതി തന്നെയാണ് ഈ മിഥുൻ കയറി പിടിച്ചത്. ഇലക്ട്രിക് ലൈനിലാണ്. അങ്ങനെ മിഥുന് ഷോക്കേറ്റ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18നും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, കുട്ടി കാൽ വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക് ലൈനിൽ പിടിച്ചു കിടക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ സ്കൂൾ അധികൃതരടക്കം ഓടിയെത്തുകയും വിദ്യാർത്ഥിയെ തൊട്ടടുത്തുള്ള ആശുപത്രി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയാണ്, അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഡോക്ടർമാർ അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇത് വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇത് സംഭവിച്ചത്. KSEBയുടെ ഒരു അനാസ്ഥയാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്കൂളാണ്, വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ്. ഈ കോവൂർ കുഞ്ഞുമോൻ MLA അടക്കം പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ ഇത്തരത്തിലുള്ള ഹൈ ടെൻഷൻ ഈ ഒരു ലൈൻ, ഇലക്ട്രിക് ലൈൻ കടത്തിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അനാസ്ഥയാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഈ സ്കൂളിലേക്ക് പ്രതിഷേധം മാർച്ചടക്കം നടത്തി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മരണം സംഭവിച്ചു. ഇതിന് അധികൃതർ കൃത്യമായി മറുപടി പറഞ്ഞ് മതിയാവുകയുള്ളൂ. ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വി വിനോദ് കൂടി ചേർന്നു. വിനോദ്, ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണം തേടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈദ്യുതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും പഴി ചാരുന്നതിന് സമാനമായ രീതിയിലാണ് കാഴ്ചകൾ കണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഒറ്റനോട്ടത്തിൽ അനാസ്ഥയുണ്ട്, സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്, എല്ലാ സ്കൂൾ അധികൃതർക്കും വൈദ്യുതി ലൈൻ കോമ്പൗണ്ടിലൂടെ കടന്നു പോകരുത്. എന്നിട്ടും ആ ലൈൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും ഉത്തരവാദിത്വം പറഞ്ഞേ തീരൂ. ഇപ്പോൾ എന്തൊക്കെ നടപടികളിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്? ശ്രീജ, ഇതിൽ രണ്ട് കൂട്ടർക്കും വീഴ്ച ഉണ്ടായി എന്നത് സ്പഷ്ടമാണ്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൽ മന്ത്രി പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പല യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ ഉൾപ്പെടെ ഈ യോഗങ്ങൾ വിളിച്ച് എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിക്കേണ്ടത്, അതിൽ ഒരു കൃത്യമായ മാനദണ്ഡമാണ് ഈ സ്കൂൾ പരിസരത്ത് കൂടി ഇങ്ങനെ വൈദ്യുതി ലൈൻ പോകരുത് എന്ന നിർദ്ദേശം. അതെങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരിട്ട് KSEBയെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടി കോവൂർ കുഞ്ഞുമോൻ MLA ഉൾപ്പെടെയുള്ളവർ KSEBക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് നേരത്തെ പണം അടച്ചിരുന്നു ഈ ലൈൻ മാറ്റുന്നതിന് വേണ്ടി. പക്ഷേ ആ
നടപടികളിലേക്ക് പോകണമെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു തുക കെട്ടിവെക്കണമായിരുന്നു. ആ തുക കെട്ടിവെക്കാത്തത് കൊണ്ട് ഇത് ഇഴഞ്ഞു നീങ്ങി എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഭാഗത്തും തുക കിട്ടാത്തത് കൊണ്ട് മാത്രം ഒരു സ്കൂളിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കി KSEB അവിടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പോകുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ എന്ത് ജോലിയായിരുന്നു എന്ന കാര്യം മന്ത്രി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വീട്ടിലെ ഒരു കുട്ടി മരിച്ച വേദനയുണ്ട് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് ഇതിൽ നടപടി ഉണ്ടാകണമെന്നതാണ്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കുട്ടികൾ പ്രവേശിക്കുന്നത്. അതായത് അധ്യയനം അതിൻ്റെ സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ അവിടേക്ക് പോകുന്ന ഒരു നിലയുണ്ടായി. ഈ ചെരുപ്പ് മുകളിലേക്ക് മറ്റൊരു കുട്ടി എറിയുകയും അതെടുക്കാൻ ഈ 8ാം ക്ലാസ്സുകാരൻ കയറുകയും ചെയ്യുകയായിരുന്നു. മിഥുൻ്റെ ജീവൻ അവിടെയാണ് നഷ്ടമാകുന്നത്. ഈ കാൽ വഴുതുമ്പോൾ കമ്പിയിലേക്ക് പിടിക്കുന്നു, കമ്പിയിലേക്ക് വീഴുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വീഴാതിരിക്കാൻ പിടിച്ചതാണോ? ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നേരത്തെ ഒരുപാട് ചർച്ചകൾ വരികയും പാമ്പ് കടിയേറ്റ് കുട്ടി മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. കിഫ്ബി ഫണ്ടിലൂടെ നിരവധി കെട്ടിടങ്ങൾ സർക്കാർ നിർമ്മിച്ചു എന്ന കാര്യം. പക്ഷേ ഇതൊരു പൂർണ്ണമായി സർക്കാർ സ്കൂളല്ല, ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. എങ്കിൽ പോലും അവിടെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്കൂൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശമുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല. അവിടെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ശ്രീജ. ശരി. വിനോദും ഒപ്പം വിനീഷുമാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. സംഭവത്തിൽ ഇനി നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളെന്ന് നമുക്ക് പിന്നീടുള്ള ബുള്ളറ്റിനിൽ കാണാം. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. വഞ്ചനയിലൂടെ 1,90,00,000 രൂപ തട്ടിയെടുത്തുവെന്ന തലയോലപ്പറമ്പ് സ്വദേശി നിർമ്മാതാവുമായ ഷംനാസിന്റെ പരാതിയിലാണ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ 2ാം ഭാഗത്തിനായി നിർമ്മാണത്തിന്റെ പേരിൽ പണം തട്ടി എന്നാണ് പരാതി. FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിന് പിന്നാലെയാണ് പരാതിയും പോലീസ് കേസും. എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീര്യർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ്. ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 95 ലക്ഷം രൂപയോളം തനിക്ക് കിട്ടാനുണ്ടെന്നാണ് പരാതിക്കാരന്റെ അവകാശവാദം. ഇതിന് പിന്നാലെ എബ്രിഡ് ഷൈൻ നിവിൻ പോളി കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ചിത്രം ആക്ഷൻ ഹീറോ ബിജു 2-വിൽ തന്നെ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 1,90,00,000 രൂപ വീണ്ടും കൈപ്പറ്റിയെന്നാണ് ഷംനാസ് പരാതിയിൽ പറയുന്നത്. നിർമ്മാണ പങ്കാളിത്തം സംബന്ധിച്ച കരാർ തയ്യാറായതിനു ശേഷം അഭിപ്രായ ഭിന്നതയുണ്ടായി. ഷംനാസിന്റെ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ മറച്ചുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം വിറ്റുവെന്നും അങ്ങനെ 1,90,00,000 രൂപയുടെ നഷ്ടം തനിക്കുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി. വൈക്കം കോടതിയിലാണ് ഷംനാസ് ആദ്യം പരാതിയുമായി പോയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാവ് ഷംനാസിന്റെ തീരുമാനം. എനിക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാനുണ്ടായത് എനിക്കെതിരെ. അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നത്. FIR വന്നതിന് ശേഷം എല്ലാ സിനിമാ സംഘടനകൾക്കും ഞാൻ പരാതിയുടെ FIRന്റെ കോപ്പി അടക്കം പരാതി കൊടുക്കാനാണ് തീരുമാനം. നിവിൻ പോളിയെ 1ാം പ്രതിയും എബ്രിഡ് ഷൈനിനെ 2ാം പ്രതിയുമാക്കിയാണ് FIR. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതേസമയം ജൂൺ 28 മുതൽ ഇതേ വിഷയത്തിൽ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതിനിടയിൽ പുതിയ പരാതി നൽകിയതാണെന്നും നിർമ്മാതാവിന്റെ പരാതി വസ്തുതകളെ വളച്ചൊടിച്ചാണെന്നും നടൻ നിവിൻ പോളി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സത്യം തെളിയുമെന്നും നിവിൻ പ്രതികരിച്ചു. സാമ്പത്തിക തർക്കത്തിന് പിന്നാലെ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ ചിത്രീകരണം പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണ്. ന്യൂസ് 18 കൊച്ചി. ചാണ്ടി ഉമ്മനെ മുൻനിർത്തി കോൺഗ്രസിൽ പുതിയൊരു പടയൊരുക്കം. പഴയ ഗ്രൂപ്പ് നേതാക്കളാണ് സതീശൻ വിരുദ്ധ ചേരിക്ക് പിന്നിൽ ഒന്നിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദവും പുതിയ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. സമീപകാലത്ത് ഗ്രാഫ് ഉയർത്തിയ ചാണ്ടി ഉമ്മനെ ആയുധമാക്കി യൂത്ത് കോൺഗ്രസിലെ ഷാഫി രാഹുൽ ടീമിന് മറുപടി പറയുകയും ഇവരുടെ ലക്ഷ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പിലെ പഴയ നേതാക്കളും ഐ ഗ്രൂപ്പിലെ അസംതൃപ്തരുമാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയോടെ
VD ഷാഫി മാങ്കൂട്ടം ത്രയത്തിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അനിഷ്ടം പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സന്ദർശിച്ചത് 3000-ലധികം വീടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ സമരമുഖത്തും താരമായത് ചാണ്ടി തന്നെ. പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് ഗവർണറെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടൽ ഫലം കാണുക കൂടി ചെയ്തതോടെയാണ് ചാണ്ടിക്ക് കൈയടിച്ച് PJ കുര്യനും T സിദ്ദിഖും അജയ് തറയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ പരസ്യമാക്കിയത്. PC വിഷ്ണുനാഥ്, സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കൊപ്പം T സിദ്ദിഖ്, CR മഹേഷ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ MLA-മാരും വിശാല സഖ്യത്തിൽ സജീവമായേക്കുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന KC ജോസഫ്, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരും A ഗ്രൂപ്പിൽ വീണ്ടും സജീവമാകുകയാണ്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VM സുധീരൻ തുടങ്ങിയവരുടെ പിന്തുണയും ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയുള്ള പുതിയ സഖ്യത്തിനുണ്ടെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായ റീൽസ് വിവാദത്തിന് പിന്നാലെ അജയ് തറയലിന്റെ ഖാദി പരാമർശത്തിനെതിരായ ഒരു വിഭാഗത്തിന്റെ അമർഷവും PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രൂക്ഷ പ്രതികരണവുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. പുതുപ്പള്ളിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക സംഗമം വിശാല സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയായി മാറുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 6-ന് കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ കോട്ടയത്തേക്ക് പോകും. നാളെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ പുഷ്പാർച്ചന നടത്തും. 10 മണിക്കാണ് അനുസ്മരണം. തിരുവനന്തപുരത്തെത്തി AK ആന്റണിയെയും രാഹുൽ കാണും. തൃശൂർ പൂരം കലക്കലിൽ പ്രത്യേക അന്വേഷണ സംഘം മന്ത്രി K രാജന്റെ മൊഴിയെടുത്തു. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ADGP MR അജിത് കുമാർ പ്രശ്നത്തിൽ ഇടപെടാതിരുന്നതെന്ന് K രാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൂരം കലക്കലിൽ ബാഹ്യ ഇടപെടലും ഗൂഢാലോചനയും ഉണ്ടായി. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടും അതുണ്ടായില്ല. സംഭവത്തിന് 1 മണിക്കൂർ മുൻപ് പോലും ജാഗ്രത വേണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത്തരമൊരു ജാഗ്രത ഉണ്ടായില്ലെന്നും മന്ത്രി മൊഴി നൽകി. IG തോംസൺ ജോസഫാണ് മന്ത്രിയുടെ മൊഴിയെടുത്തത്. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്കെന്ന സൂചന. കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കും. ഐഷ പോറ്റിക്കായി കോൺഗ്രസിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിനോടുള്ള ഐഷ പോറ്റിയുടെ വിശദീകരണം ഇതായിരുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല. ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഈ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ്. ആത്മാഭിമാനവും വ്യക്തിത്വവും പണയപ്പെടുത്താനില്ലെന്നതടക്കം ഗുരുതരമായ ആരോപണവും CPM-നെതിരെ ഐഷ പോറ്റി ഉന്നയിച്ചു. എന്നെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം പക്ഷെ ചുമ്മാ വിളിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും കാലം ഒരു പ്രൊഫഷൻ നോക്കി അത് കഴിഞ്ഞ് കുറേ നാൾ ജില്ലാ പഞ്ചായത്തും MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയി ഇരിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ പണയം വെച്ചിട്ട് ഒരു കാര്യത്തിനും പോകില്ല. നമുക്ക് അർഹമായിട്ടുള്ളൊരു പരിഗണന തരണ്ടെങ്കിൽ അവിടെ പോകത്തില്ല. ഐഷ പോറ്റിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP. പക്ഷെ അവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അവർ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ, കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ മതേതര പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായും ഞങ്ങൾ അവരുടെ മുന്നിൽ ഞങ്ങളുടെ വാതിൽ കൊട്ടിയടയ്ക്കത്തില്ല. കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ തന്നെ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പിൽ തന്നെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്തപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും. തുടർച്ചയായി 7 തവണ ജയിച്ച കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണപിള്ളയെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വീഴ്ത്തിയാണ് 2006-ൽ ഐഷ പോറ്റി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായത്. പിന്നീട് 2 തവണ കൂടി കൊട്ടാരക്കരയിൽ നിന്നും ജയിച്ചു. കഴിഞ്ഞ തവണ സീറ്റ് നൽകാതിരുന്നതോടെയാണ് പാർട്ടിയുമായി അകന്നത്. ഇതിനിടയിൽ മറുപക്ഷത്തായിരുന്ന R ബാലകൃഷ്ണപിള്ള ഇടതുചേരിയിലെത്തുകയും KB ഗണേഷ് കുമാർ മന്ത്രിയാവുകയും ചെയ്തു. പിന്നീടും അവർ പ്രതീക്ഷിച്ച പ്രധാന പദവികളൊന്നും ലഭിക്കാതിരുന്നതോടെ പാർട്ടിയുമായുള്ള അകലം കൂടി. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിലടക്കം പങ്കെടുത്തില്ല. ഇതോടെ പാർട്ടി പദവികളിൽ നിന്നെല്ലാം നീക്കി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പിന്തുണയോടെ ഐഷ പോറ്റി മത്സരിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കോടതി ഉത്തരവിന് ധർമ്മസ്ഥലയിൽ പുല്ലുവില.
കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് ഇതുവരെയും സുരക്ഷ ഏർപ്പെടുത്തിയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നതിലും ദുരൂഹതയുണ്ട്. ധർമ്മസ്ഥലയിൽ അതിക്രൂര ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ജീവനക്കാരന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും പോലീസ് സുരക്ഷ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏത് സമയത്തും തനിക്കും കുടുംബത്തിനും നേരെ അക്രമമുണ്ടായേക്കാമെന്ന മൊഴിയെ തുടർന്നാണ് കോടതി ഇയാൾക്ക് സുരക്ഷയൊരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സംഭവത്തിലെ ഏക സാക്ഷി കൂടിയാണ് ഇയാൾ. നിലവിൽ അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ഇയാളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇതിലും മെല്ലെ പോക്ക് തുടരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ മാതാവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അതേസമയം മുൻ ജീവനക്കാരന് സുരക്ഷ നൽകാൻ ഇയാൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസിന്റെ വിചിത്രവാദം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഉടൻ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അത് എന്ന് നടക്കുമെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളരിയാൻ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇരകളുടെ കുടുംബങ്ങളും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ബോട്ട് തിരുത്തൽ വിവാദത്തിൽ G. സുധാകരനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം. അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ന്യൂസ് 18നോട് പറഞ്ഞു. തെളിവ് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കേസ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അന്വേഷണ സംഘം പറയുന്നത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് 1984 നടന്നൊരു കേസാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത പുതിയ ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ പറയും. അതിന്റെ കേസിന്റെ പീരീഡ്, ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ വേറെ നമുക്ക് അന്വേഷിച്ചിടത്തോളം അത് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിനകത്ത് ഇനി എന്തായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പ് ഭരണാധികാരി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അന്വേഷണം നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. അന്വേഷണം നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ പ്രശ്നം ഈ മെറ്റീരിയൽസ് ട്രേസ് ഔട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് റെഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റെഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുപോവാണോ ഇതോ കാര്യങ്ങൾ? അത് അറിയത്തില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയിപ്പൊന്നുമില്ല. നിലവിൽ നിങ്ങളുടെ ഒരു അന്വേഷണം ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ഇതിൽ തഹസിൽദാർക്ക് അന്നത്തെ EROമാരെല്ലാം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇതിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. നവകേരള സദസ്സിനിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കോടതി നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എറണാകുളം CJM കോടതി നടപടികൾക്കാണ് സ്റ്റേ. 3 മാസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചത്. എറണാകുളം DCC പ്രസിഡന്റിന്റെ പരാതിയിലായിരുന്നു കേസ്. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർക്കാണ് പോലീസ് മർദ്ദനമേറ്റത്. കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴയിൽ വ്യാപക നാശമുണ്ടായി. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി ചുരത്തിലും ഗതാഗത നിയന്ത്രണമുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ കനത്ത ജാഗ്രതയാണ്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. കാരശ്ശേരി കുമാരനെല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ വെള്ളം കയറി. ആനയാംകുന്ന് നെച്ചുളിപ്പോയിൽ ഭാഗത്ത് വയലിൽ വെള്ളം കയറി കൃഷിനാശവുമുണ്ടായി. വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനത്തിനെത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയിടാൻ ശക്തമായ നിയമനിർമ്മാണം നടത്താൻ സിനിമ പ്രേരകമാകട്ടെ എന്ന് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചു. മാസ് ലീഗൽ ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം ഗംഭീര പ്രതികരണങ്ങളാണ് വരുന്നത്. നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. ഞാനൊരു കോർട്ട് ഡ്രാമ, കംപ്ലീറ്റ്ലി ഒരു കോർട്ട് ഡ്രാമ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല. പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇത് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 മൊമെന്റ്സ് ഒക്കെയാണ്. റിലീസിന് മുമ്പേ പേരുയർത്തിയ വിവാദം സജീവ ചർച്ചയായ JSK തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം കൂടുതൽ ഗൗരവത്തോടെ ചർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്.
ഇപ്പോൾ വിവാദങ്ങളൊന്നുമില്ലെന്നും സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി പ്രതികരിച്ചു. പെൺകുട്ടികളുടെ എല്ലാം ഒരു സുരക്ഷ, ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയം, അതിന് ചിലപ്പോൾ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കാൻ, നിയമപരമായ ഒരു പുതിയ ഒരു കെട്ട് വരികൾ എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമ. വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുന്ന കോർട്ട് റൂം ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഡേവിഡ് ആബേൽ ഡോണോവൻ എന്ന വക്കീൽ കഥാപാത്രമായാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി വേഷമിടുന്നത്. ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് ജാനകിയായി എത്തുന്നത്. പ്രേക്ഷകരിൽ ഉദ്വേഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങൾക്കൊപ്പം വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആദ്യ പകുതിയിൽ കോടതി രംഗങ്ങളിൽ 5 തവണ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം കാണുന്നതിനിടയിൽ ഈ മ്യൂട്ട് പ്രേക്ഷകർക്ക് ചെറുതല്ലാത്ത വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആദ്യ പ്രദർശനം കണ്ട പ്രേക്ഷകർ അവരുടെ ആവേശവും മറച്ചുവച്ചില്ല. ബോക്സ് ഓഫീസിൽ സുരേഷ് ഗോപിയുടെ വലിയ തിരിച്ചുവരവാണ് ചിത്രമെന്ന് ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത പടമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു പുള്ളിക്കാരുടെ പെർഫോമൻസ് നല്ലതാണ്. പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ്, ലൈക്ക് അനുപമ പെർഫോമൻസ്, സുരേഷ് ഗോപി പെർഫോമൻസ്, ലൈക്ക് ഗോകുൽ സുരേഷ് ഒരു പെർഫോമൻസ്, എല്ലാവരും ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ അതിന് പെർഫോം ചെയ്തേക്കുന്ന എല്ലാവരും. ഈവൻ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും അതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈവൻ ദേ ആർ ആക്ടേഴ്സ്, ദേ ആർ ആർട്ടിസ്റ്റ്. വരും ദിവസങ്ങളിൽ ചിത്രം തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ, തിരുവനന്തപുരം. ആനപ്രേമികളെ ആവേശത്തിലാക്കി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട്. 7 പിടിയാനകൾ ഉൾപ്പെടെ 63 ആനകളാണ് ആനയൂട്ടിനെത്തിയത്. ക്ഷേത്ര മേൽശാന്തി ശ്രീരാജനാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള സാവിത്രിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. ആനകൾ ഒത്തുചേർന്ന് വടക്കുന്നാഥനെ കാണാൻ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. കൊച്ചിയിൽ ATM കവർച്ച ലക്ഷ്യമിട്ടെത്തിയവർ ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘത്തിൽ നിന്ന് തന്നെയെന്ന് സൂചന. കുപ്രസിദ്ധ കുറ്റവാളി സദ്ദാം എന്ന ആളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കവർച്ചയ്ക്ക് പദ്ധതിയിട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. സദ്ദാമിന് പുറമെ വാഹനമോഷണത്തിൽ നിരവധി കേസുകളുള്ള രാജസ്ഥാൻ ഭരത്പൂർ സ്വദേശി സൈക്കിളാണ് പിടിയിലായവരിൽ പ്രധാനി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റിന്റെ ജനൽ തകർത്ത് രക്ഷപ്പെട്ടതിനും തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിത്താഴെയിട്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സൈക്കിളിനെതിരെ കേസെടുത്തു. ATM, ബാങ്ക് മുതലായവ കൊള്ളയടിക്കാൻ ഗ്യാസ് കട്ടറും മറ്റുമായി സംഘടിച്ചെത്തിയതിനാണ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹരിയാന നൂഹ് സ്വദേശി നജീർ അഹമ്മദാണ് പിടിയിലായ മറ്റൊരാൾ. 3 പേരും റിമാൻഡിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ പനങ്ങാട് പോലീസ് മറ്റന്നാൾ അപേക്ഷ നൽകും. ടൗൺ പ്ലാനർ പരീക്ഷയുടെ സിലബസിൽ PSC വരുത്തിയ മാറ്റത്തിൽ പ്രതിസന്ധിയിലായി ഉദ്യോഗാർത്ഥികൾ. ടൗൺ പ്ലാനർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് ടൗൺ പ്ലാനിംഗ് പഠിച്ചവരെ തഴഞ്ഞ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അവസരം നൽകുന്നു എന്നാണ് പരാതി. സിവിൽ എഞ്ചിനീയറിംഗ് പരിശീലക സ്ഥാപനങ്ങളുടെ സമ്മർദ്ദത്തിന് PSC വഴങ്ങിയെന്നാണ് ആരോപണം. ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ടൗൺ പ്ലാനിംഗ് ഓഫീസർ തസ്തികയിലേക്കും LSGD പ്ലാനിംഗ് വിംഗിലെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ തസ്തികയിലേക്കും 2023 ജൂലൈയിൽ പരീക്ഷ നടത്താനാണ് PSC അപേക്ഷ ക്ഷണിച്ചത്. പിന്നീട് പരീക്ഷ സെപ്റ്റംബറിലേക്ക് മാറ്റിവെച്ചു. ഇതിനൊപ്പം സിലബസിലും കാര്യമായ മാറ്റം വരുത്തി. പുതുക്കിയ സിലബസ് പ്രകാരം ടൗൺ പ്ലാനിംഗ് പഠിച്ചവരെ പരിഗണിക്കാതെ സിവിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും പഠിച്ചവർക്ക് മുൻഗണന നൽകിയെന്നാണ് ആരോപണം. ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് കയറുന്നത്. അപ്പം ഈ പറയുന്ന B പ്ലാൻ കഴിഞ്ഞവർക്ക് തീരെ ഇതിനകത്ത് ചാൻസ് ഇല്ല. കാര്യം അവർക്കാകെ ആൻസർ ചെയ്യാൻ പറ്റുന്നതിന് 15% അല്ലെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം എന്നുള്ളതാണ്. പോരാതെ തന്നെ ഇനിയിപ്പോൾ ഈ ചീഫ് ടൗൺ പ്ലാനർ അതും ഇതുപോലൊരു വിഷയമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കാറേ ഇല്ല. അതൊരു പ്രൊമോഷൻ പോസ്റ്റായിട്ടാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിലും വരുന്നത് ഈവൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനായിട്ട് ചെയ്തിട്ട് അവരാണ് ഈ CTP എന്ന് പറഞ്ഞ പോസ്റ്റിലും പോകുന്നത്. 50% ചോദ്യങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും 35% ആർക്കിടെക്ചറിൽ നിന്നുമാണ്. ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്ന് 15% മാത്രമാണുള്ളത്. പരാതി ഉയർന്നിട്ടും സിലബസ് പരിഷ്കരിക്കാൻ PSC തയ്യാറായിട്ടില്ല. ഇതോടെ ടൗൺ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദം വരെ നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലാകുന്നത്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചയ്ക്ക് വഴി തുറന്ന സർക്കാർ ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഗവർണറുമായി ആശയവിനിമയം നടത്തുമെന്നും മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് രാജ്ഭവൻ വൈകിക്കുന്നതും സമവായ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന.
ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള താൽക്കാലിക VC നിയമന പാനൽ രാജ്ഭവനിലെത്തിയിട്ട് 2 ദിവസമായി. ഗവർണർ രാജ്ഭവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുവരെയും ആ ഫയൽ തുറന്നിട്ടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള നിയമ നടപടികളും അനിശ്ചിതത്വത്തിലാണ്. അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഗവർണർക്ക് ആശയക്കുഴപ്പമുള്ളതായാണ് സൂചന. ഡൽഹിയിൽ നിയമവിദഗ്ധരുമായി അർലേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സമവായത്തിന് സർക്കാർ തയ്യാറായാൽ സഹകരിക്കാമെന്ന നിലപാട് ഗവർണർക്കുമുള്ളതായാണ് വിവരം. ആ വഴി തുറക്കുന്ന പ്രതികരണമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായത്. 1-2 ദിവസത്തിനകം നടപടിയായില്ലെങ്കിൽ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. സർവകലാശാല ആസ്ഥാനത്തേക്ക് കേരള VC മോഹനൻ കുന്നുമ്മൽ ഇന്നും എത്തിയിട്ടില്ല. ഭരണപ്രതിസന്ധി അതേപോലെ തുടരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും എത്തി. അടുത്ത മാസം 14-ന് അക്കാദമിക് കൌൺസിൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് വ്യാജമെന്നാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. രജിസ്ട്രാർ എന്ന പേരിൽ ഒരു കത്ത് പോയിട്ടുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിലും ഒരു കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇതൊരു വ്യാജരേഖ ചമയ്ക്കലാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വെള്ളയമ്പലത്ത് ശക്തമായ പ്രതിഷേധമായിരുന്നു ABVP-യുടേത്. മന്ത്രിയുടെ വേദിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഏറെ നേരം വനിതാ പ്രവർത്തകരും പോലീസുമായി ബലപ്രയോഗമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,105 രൂപ, പവന് 72,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,500 രൂപ, പവന് 60,000 രൂപ. വെള്ളി ഗ്രാമിന് 122 രൂപ, കിലോഗ്രാമിന് 1,22,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ഭവ്യ പാർവതി ചേരും.